പ്രകാശത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് നമ്മെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തു കൊള്ളണേ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് നമ്മോട് കൽപ്പിച്ചു. നിങ്ങൾ അതിന് വലിയ വാല്യൂ കൽപ്പിക്കണേ, നല്ല ക്വാളിറ്റി കൽപ്പിക്കണേ, നല്ല വാല്യൂ വേണം ഈ സമ്മാനത്തിന് എന്നൊക്കെ പറഞ്ഞ് നമ്മിൽ ഏൽപ്പിച്ചിട്ട് പോയ നിസ്കാരത്തെ വേണ്ട വിധം പരിഗണിക്കാതെ ഗൗനിക്കാതെ നമ്മൾ നടന്നു നീങ്ങുന്നു. അപ്പൊ നിസ്കാരക്കാർക്ക് ആ ചിന്ത വരണ്ടേ, പഠിച്ചോൻ ഇത് ഇങ്ങനൊരു സംഭവമല്ലേ, ഇതിന് നിസ്സാരാക്കാൻ പറ്റുമോ? അള്ളാഹു നൽകുന്ന സമ്മാനം എന്ന് പറയുമ്പോ അള്ളാഹു ഇഷ്ടത്തോടെ നൽകുന്നതാണ്. ഇനി അത് മാത്രമല്ല, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്രയാണം നടത്തിയിട്ട് മസ്ജിദുൽ അഖ്സായിൽ നിന്ന് ബുറാഖ് എന്ന വാഹനത്തിൽ കയറിയിട്ട് ഏഴാകാശവും കടന്നുപോയി അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടി സംസാരിച്ചിട്ടുള്ള അന്ന് നേരിട്ട് സംസാരിച്ച പോലെ ഇന്ന് നമുക്ക് അള്ളാഹുവിനോട് സംഭാഷണം നടത്താനുള്ള ഒരു മാധ്യമമായിട്ടാണ് അള്ളാഹു നമുക്ക് നിസ്കാരം നൽകിയിട്ടുള്ളത്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി എന്നാണ് നിസ്കാരം എന്നുള്ളത്. ഒരു സത്യവിശ്വാസിയുടെ മിഅ്റാജാണ്, അള്ളാഹുമായുള്ള മുനാജാത്താണ്, സംഭാഷണമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് പടച്ചവനോട് പറയുന്നു, എല്ലാം നിനക്ക് സമർപ്പിച്ചു, ഞാൻ നിന്നിൽ മാത്രമാണ് റബ്ബേ, ഇനി എന്റെ മനസ്സ് എങ്ങോട്ടും ചാഞ്ചാടാൻ പോകുന്നില്ല, നിന്നെ മാത്രം മനസ്സിൽ കണ്ട് ഞാൻ സുജൂദ് ചെയ്യാൻ പോവുകയാണ് എന്ന നിയ്യത്തോടെയാണ് ഒരാൾ നിസ്കാരം നിർവഹിക്കുന്നത്. ആ രൂപത്തിൽ നിസ്കരിച്ചാലേ അതിന് നിസ്കാരം എന്ന് പറയുകയുള്ളൂ.